ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടീഷർട്ട്. അതിൽ നമുക്ക് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിലൊരു ഡിസൈൻ ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് ഞാനൊരു പഴയൊരു ടോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ചെറുതായി പോയ ടോപ്പ് അല്ലെങ്കിൽ കീറിപ്പോയതൊക്കെ നോക്കിയെടുത്താൽ അതിൽ ഇതുപോലെ ഒരല്പം പഫി ഡിസൈൻ, അതായത് എംബോസ്ഡ് പ്രിൻറ്റിങ്, ഇങ്ങനെ നമുക്ക് ഒരല്പം എടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇങ്ങനത്തെ എംബോസ്ഡ് പ്രിൻറ്റിംഗ് ഉള്ള ഏതെങ്കിലും ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പോ ഫ്രോക്കോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ മാർക്കിൻ്റെ അതിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു പാർട്ട് കിട്ടി. ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സ്റ്റാർസ്, അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ ഡിസൈൻസ് ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് ഇമേജസൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗം തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഓൾറെഡി സ്റ്റിക്കായിട്ടിരുന്നോളും. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടീഷർട്ടുകൾ അല്ലെങ്കിൽ ഫ്രോക്ക്, ബനിയൻ ടൈപ്പിലുള്ള എല്ലാ ടൈപ്പിലും നമുക്ക് ഇങ്ങനെയുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എംബോസ്ഡ് പെയിൻറ്റ്, അതായത് എംബോസ്ഡ് മീഡിയം മേടിക്കാൻ കിട്ടും. അത് വെച്ച് എംബോസ്ഡ് പെയിൻറ്റിങ് നമുക്ക് ചെയ്തും എടുക്കാൻ പറ്റും. അതിലും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതുപോലെ നമുക്കിത് ഏത് കളർ ടീഷർട്ടിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.